കോൺഗ്രസിൽ നിന്നും ആരാകും കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയായാൽ മതി എന്നാണ് വി.ഡി. പക്ഷത്തിന്റെ നിലപാട്. അതായത് പടം നയിച്ചവൻ തന്നെ മുഖ്യനാകട്ടെ എന്നാണ് വി.ഡി. സതീശനെ അനുകൂലിക്കുന്ന കോൺഗ്രസിലെ നേതാക്കൾ പറയുന്നത്. എന്നാൽ ഹൈക്കമാൻഡിന്റെ തീരുമാനമാകും അന്തിമ തീരുമാനം. ഡൽഹിയിൽ ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ രമേശ് ചെന്നിത്തല അടക്കം ഡൽഹിയിലേക്ക് പോയി. അവിടെ ഇപ്പോൾ കെ.സി. വേണുഗോപാൽ, സോണിയാഗാന്ധി, പ്രിയങ്ക, അതോടൊപ്പം രാഹുൽ ഗാന്ധി എന്നിവരടക്കം മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതികളടക്കം ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതോടുകൂടി തന്നെ ഈ ആഴ്ചയോടുകൂടി ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, യു ഡി എഫിൽ നിന്നടക്കം മുഖ്യമന്ത്രി, അതായത് യു ഡി എഫിലെ മുഖ്യമന്ത്രി ആരാകും, ഇനി കേരളം 5 വർഷം ഭരിക്കാൻ പോവുക, ഏത് വ്യക്തിയാണ് യു ഡി എഫിൽ നിന്നുള്ള മുഖ്യമന്ത്രിയാകാൻ പോവുക എന്ന് വ്യക്തമായി അറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഇന്റലിജൻസ് വകുപ്പിന് പോലും ആരാണ് മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. കാരണം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വി.ഡി. സതീശന് സുരക്ഷ ഒരുക്കുക, അതുമായി ബന്ധപ്പെട്ട് പൈലറ്റ് വാഹനങ്ങളും അതിന്റെ കമാൻഡോ സംവിധാനങ്ങൾ, അതായത് കോൺവേ അടക്കം വിട്ടു നൽകാൻ ഇന്റലിജൻസ് മേധാവി പി. വിജയൻ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ വേണ്ട എന്ന നിലപാടിലാണ് ഉന്നത കേന്ദ്രത്തിൽ നിന്നും ഒരു ഉത്തരവ് വന്നതോടെ ആ ഉത്തരവ് പി. വിജയൻ മരവിപ്പിച്ചിരിക്കുകയാണ്. കാരണം കേരള പോലീസിനും രഹസ്യാന്വേഷണ വിഭാഗത്തിന് പോലും ഇപ്പോൾ കൺഫ്യൂഷനാണ് ആരാകും മുഖ്യമന്ത്രിയെന്ന്. അടുത്ത ആഴ്ചയോടെ ഒരു അന്തിമ വിധി ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. സതീശന് പൈലറ്റ് വാഹനം നൽകാനുള്ള തീരുമാനം അറിഞ്ഞ ഉടൻ തന്നെ കോൺഗ്രസിലെ തന്നെ മറ്റൊരു വിഭാഗത്തിന്റെയും ആഭ്യന്തര വകുപ്പിലെ ഉന്നതരുടെയും ഇടപെടൽ ഉണ്ടായെന്നാണ് സൂചന. മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കം വേണ്ട എന്നായിരുന്നു നിർദ്ദേശം. ഇതോടെ നൽകിയ ഉത്തരവ് പിൻവലിക്കാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. അതേസമയം ഭരണമാറ്റം ഉണ്ടായതോടെ പോലീസ് ആസ്ഥാനത്തും ആഭ്യന്തര വകുപ്പിലും അങ്കലാപ്പും ആവേശവും ഒരുപോലെ അലയടിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ട പോലീസ് ഇപ്പോൾ വലിയ ആശ്വാസത്തിലാണ്. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒതുക്കപ്പെട്ടവരും ദൂരസ്ഥലങ്ങളിലേക്ക് നാട് കടത്തപ്പെട്ടവരുമായ ഉദ്യോഗസ്ഥർ ഇപ്പോൾ മടങ്ങി വരാനായിട്ട് ഒരുങ്ങുകയാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ പ്രധാന തസ്തികകളിൽ നിയമിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. ആരാണ് കേരളത്തിന്റെ അടുത്ത ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ആകുക എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ വലിയ പോലീസ് അഴിച്ചുപണികൾ. TP ചന്ദ്രശേഖർ കേസിൽ അടക്കം അന്വേഷിച്ച അനൂപ് കുരുവിള ജോൺ ഇപ്പോൾ നിലവിൽ റോയിലാണ്. റോയിലെ ഒരു ഉന്നത പദവി അദ്ദേഹം ഇപ്പോൾ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മടങ്ങി വരാനുള്ള സാധ്യത കുറവാണ്. കൂടാതെ ഈ CPM-ന്റെ ഭരണത്തിൽ പ്രാന്തി പിടിച്ച്, അതായത് CPM നേതാക്കളുടെ ഒപ്പം നിന്ന് കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് ഒരു വിലയുണ്ട് എന്ന് പറഞ്ഞ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയ സത്യസന്ധരായ ഉദ്യോഗസ്ഥരായ IG അനൂപ് കുരുവിള ജോൺ, AP ഷൗക്കത്ത് അലി, ക്രൈംബ്രാഞ്ച് SP KV സന്തോഷ് കുമാർ തുടങ്ങിയവർ പുതിയ സാഹചര്യത്തിൽ മടങ്ങി വരാനാണ് സൂചന. ഈ ഷൗക്കത്ത് അലി നിലവിൽ ഇപ്പോൾ NAയിലാണ്. NAയിൽ നിന്നും ഇപ്പോൾ ഈ 3 പേരും ഡെപ്യൂട്ടേഷനിലാണ്. അവരെല്ലാം ഇപ്പോൾ കേരള കേഡറിലേക്ക് മടങ്ങി വരാനുള്ള ഒരു ആലോചനയിലുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്.